മതമൈത്രിയുടെ പ്രതീകമായ നാടാണ് ചൂരൽമലയും മുണ്ടക്കയും. ഇവിടുത്തെ ആഘോഷങ്ങളിൽ എല്ലാ മതവിഭാഗത്തിൽ ഉൾപ്പെട്ടവരും ചേർന്ന് നിൽക്കാറുണ്ട്. ദുരന്തത്തിൽ മരിച്ചവർക്കുള്ള പ്രാർത്ഥന മാത്രമാണ് ഇത്തവണത്തെ നബിദിനത്തിൽ നടന്നത്. പുത്തുമലയിലെ ശ്മശാനമാണിത്. ഇവിടെ ഇനിയും തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾക്ക് മുന്നിൽ പ്രാർത്ഥനകളുമായി മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും മനുഷ്യർ ഒത്തുകൂടി. കഴിഞ്ഞ നബിദിനം ഓർമ്മകളിൽ നിറയുകയാണ്. റാലി കടന്നുപോകുമ്പോൾ മധുരവുമായി കാത്തുനിന്ന സുബ്രഹ്മണ്യനെ പോലെയുള്ള മനുഷ്യർ ഇന്നില്ല. മുണ്ടക്കയിലെ ദുരന്തത്തിൽ തകർന്ന പള്ളിക്കടുത്തുള്ള ഖബർസ്ഥാനിലും പ്രാർത്ഥനകൾ നടന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ നബിദിന ഘോഷയാത്രയിൽ ഈ പരിപാടിയിൽ പങ്കെടുത്ത ഒരുപാട് ആളുകൾ ഇന്ന് ഞങ്ങളുടെ കൂടെ ഇല്ല. സുബ്രഹ്മണ്യേട്ടൻ, ശിവേട്ടൻ, പ്രമോദേച്ചി, അങ്ങനെ കുറേ ആളുകളെയൊക്കെ മധുരം കൊണ്ട് നിർത്തിയതാണ്. ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർ മധുരം കൊണ്ടുവരും. ഇന്ന് അവരൊന്നും കാണാനില്ല, അവരെവിടെയൊന്നും അറിയുന്നില്ല. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയിൽ എവിടെയും കഴിഞ്ഞ വർഷത്തെ പോലെ പകിട്ടാർന്ന നബിദിനാഘോഷ പരിപാടികൾ ഉണ്ടായില്ല. 24 വയനാട്.